അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നത് സർക്കാർ നിർത്തിവെക്കണമെന്ന് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഈ 4/2024 സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സംഘടന അത് പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സർവീസ് തലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്യുന്നു, സംഘടന സ്വാഗതം ചെയ്യുന്നു. പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരു ഡ്രൈവിംഗ് പരിശീലകർക്ക്, അപേക്ഷകർക്ക് ഒരു കാരണവശാലും പാസ്സാവുന്ന രീതിയിലുള്ള ട്രാക്കല്ല ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർ ചില അസോസിയേഷന്റെ സ്വന്തമായിട്ടുള്ളതും വാടകയ്ക്ക് എടുത്തിട്ടുമായിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കാരണം എങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിൽ ഒരു വർഷം 80 ലക്ഷം രൂപ ഡ്രൈവിംഗ് ഈ ടെസ്റ്റിന്റെ ഈ ട്രാക്കിന്റെ വാടകയ്ക്ക് വേണ്ടി ഇപ്പൊ നിലവിലുള്ള ട്രാക്ക് വാടകയ്ക്ക് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂള് കൂട്ടായിട്ടും നൽകുന്നുണ്ട്. ഒരു വർഷം 80 ലക്ഷം രൂപ നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 44ാമത് ത്യാഗരാജ ആരാധനോത്സവത്തിന് പത്മശ്രീ